ഹീറ്റ്സ് മത്സരങ്ങളിൽ ഫിനിഷ് ചെയ്തത്. പക്ഷേ ഹീറ്റ്സിലെ മത്സരവും പ്രകടനവും ഒന്നും ഇവിടെ ഒരു കണക്കല്ല. ഇവിടെ ഉയരേണ്ടത് പുതിയ വേഗമാണ്, ഇവിടെ കുറിക്കേണ്ടത് പുതിയ സമയമാണ്. ചീഫ് സ്റ്റാർട്ടറുടെ വിസിലിന് വേണ്ടി കാതോർത്ത് പുന്നമട സെക്കൻഡുകൾക്കുള്ളിൽ നെഹ്റു ട്രോഫിയുടെ ഫൈനൽ മത്സരങ്ങൾക്കുള്ള വള്ളങ്ങൾ പുറപ്പെടാൻ തയ്യാറായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്നു. ചീഫ് സ്റ്റാർട്ടർ കെ ഷാജുവിന്റെ ഒരു വിസിലിൽ ആ വള്ളങ്ങൾ അവിടെ നിന്ന് പുറപ്പെടും. ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വിയപുരം, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ നടുഭാഗം ചുണ്ടനത. ചീഫ് സ്റ്റാർട്ടറുടെ വിസിലിന് വേണ്ടി കാത്തിരിക്കുന്നു പുന്നമടയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ. അതാ നോക്കൂ, എന്തൊരു ചന്തമാണ്. 4 വള്ളങ്ങൾ, അവർ 4 പേരും അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അണിഞ്ഞൊരുങ്ങി കിടക്കുകയാണ്. മേൽപ്പാടമുണ്ട്, വിയപുരമുണ്ട്, അരോമയുണ്ട്, നടുഭാഗമുണ്ട്. പേരും പ്രതാപവും ചരിത്രവും ഒരുപാട് പറയാനുള്ള വള്ളങ്ങൾ. വിയപുരം 2023-ലും 2025-ലും ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ആ വെള്ളിക്കപ്പ് നേടിയ ടീമാണ് വിയപുരം. നടുഭാഗം 52-ൽ ജവഹർലാൽ നെഹ്റു ചാടിക്കയറിയ വള്ളം, 2019-ൽ നെഹ്റു ട്രോഫി അവർക്ക് നേടിയെടുത്ത വള്ളം. പക്ഷേ എത്ര കാലമായി അവരിങ്ങനെ മറ്റൊരു ട്രോഫിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അരോമ പുത്തൻ വള്ളമാണ്. ഇത്തവണ പണിതിറക്കിയ വള്ളമാണ്. മേൽപ്പാടം കരക്കാരുടെ സ്വപ്ന നൗകയാണ്. അതിങ്ങനെ 4 വള്ളങ്ങളും കാത്തിരിക്കുകയാണ്. ഉമാമഹേശ്വരന്റെയും സാബു നാരായണാചാര്യയുടെയും ഒക്കെ കൈക്കരുത്തിലാണ് ചുണ്ടൻ വള്ളങ്ങൾ പിറവിയെടുക്കുന്നതെങ്കിൽ ഈ 4 വള്ളങ്ങൾ മേൽപ്പാടവും നടുഭാഗവും അരോമയും വള്ളം വിട്ടു കഴിഞ്ഞിരിക്കുന്നു. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശകരമായ ഫൈനൽ മത്സരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വിയപുരം, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ നടുഭാഗം. പേരും പ്രശസ്തിയുമുള്ള ചരിത്രം ഒരുപാട് പറയാനുള്ള ആ 4 വള്ളങ്ങളതാ തുഴഞ്ഞു വരികയാണ്. ആർക്കാണ് മേധാവിത്വം? ഒന്നാം ട്രാക്കിലുള്ള മേൽപ്പാടത്തിനാണോ, രണ്ടാം ട്രാക്കിലുള്ള വിയപുരത്തിനാണോ, അതല്ല 4ാമത്തെ ട്രാക്കിലുള്ള നടുഭാഗത്തിനാണോ? ആർക്കാണ് മേധാവിത്വമെന്ന് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. ഒരേപോലെ കടന്നു വരികയാണ് 4 വള്ളങ്ങൾ. മേൽപ്പാടം പള്ളാത്തുരുത്തിക്കാർക്ക് കഴിഞ്ഞ തവണ ഇരട്ട ഹാട്രിക്ക് മോഹിച്ചു വന്ന പള്ളാത്തുരുത്തിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയ മേൽപ്പാടം അവർ ഇത്തവണ വീണ്ടും അതിൽ തന്നെ ട്രോഫി എടുക്കാൻ വേണ്ടി വരികയാണ്. നോക്കൂ, രാജീവ് കുമരകം, അരോമ ചുണ്ടന്റെ രാജീവ് കുമരകമുണ്ട്. UBC കൈനകരി ഫാൻസിന്റെ വിയപുരമുണ്ട്. UBC അവർ ഈ വള്ളംകളിയിലെ പ്രതാപശാലികളല്ലേ? അവർ ഈ വള്ളംകളിയിലെ ആവേശം മുഴുവൻ നിറച്ചവരല്ലേ? ഒരു ജനതയെ ഈ വള്ളംകളിയിലേക്ക്, പുന്നമടയിലേക്ക് അവരിങ്ങനെ കരുത്തിൽ ആവാഹിച്ചവരല്ലേ? ഇതൊന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ലല്ലോ. മൂന്നാം ട്രാക്കിലുള്ള ആരോമയാണോ? അല്ല, രണ്ടാം ട്രാക്കിലുള്ള വിയപുരമാണ്. ഇതൊരു തിരിച്ചുവരവാകുമോ? കൈനകരിയുടെ തിരിച്ചുവരവാകുമോ? 2014-ൽ ഇതേ വക്കച്ചൻ ദേവരകാട് അവസാനമായി ട്രോഫി എടുത്തത് 12 കൊല്ലമായടോ. ഒന്നാം തുറയിൽ സാം തൃക്കുന്നപ്പുഴ, ഒന്നാം അമരത്ത് സൈജോപ്പൻ ഐസക്. അമരക്കാർ ആരൊക്കെയാ? അവർ പഞ്ചപാണ്ഡവന്മാരല്ലേ? സൈജോപ്പനും കണ്ണനും കുറ്റവും അങ്ങനെ സുബീഷും രാഗീഷും നയിക്കുന്ന ആ അമരമുണ്ടല്ലോ, അവരങ്ങനെ ചക്രം പോലെ കറക്കുന്ന അമരമുണ്ടല്ലോ. സോനുവിന്റെ താളമുണ്ട്, വക്കച്ചൻ ദേവരകാടിന്റെ താളമുണ്ട്. ഇനി ചിറമുറിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ട്രംപറ്റ് ഒന്ന് പെരുക്കും. ഒപ്പത്തിനൊപ്പം 4 ചുണ്ടനുകൾ. ഒന്നാം ട്രാക്കിലോ, രണ്ടാം ട്രാക്കിലോ, 3-ലോ, 4-ലോ ഏത് വള്ളമാണ് മുമ്പിലെന്ന് പറയാൻ കഴിയാത്ത വിധം. 10 തെങ്ങിലാണോ? വക്കച്ചൻ ദേവരകാടാണോ? ജിതിൻ തായങ്കരിയാണോ? ജോഷി കാവാലമാണോ? ഇല്ല, കേറി വരുന്നുണ്ട് ഒരേപോലെ. ഇതൊരു ഫോട്ടോ ഫിനിഷിലോ, ഇതൊരു മൈക്രോ സെക്കൻഡിന്റെ കണികകൾ മുറിച്ചോ? എത്ര കാലം നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള വള്ളംകളി. അതിനേക്കാളൊക്കെ ആവേശമുള്ള വള്ളംകളിയാണല്ലോ ഇത്. കൈനകരിയിലേക്ക് പോകുമോ? പള്ളാത്തുരുത്തിയിലേക്ക് പോകുമോ? അതോ മറ്റെവിടെയെങ്കിലേക്ക് പോകാൻ കഴിയുമോ? ആരോമ പുത്തൻതടയിൽ, പച്ചത്തടയിൽ ചരിത്രം കുറിക്കാൻ കഴിയുമോ? 2014-ൽ ചമ്പക്കുളം തിണ്ടൻ ജയിച്ചതുപോലെ പച്ചത്തടയിൽ ഇല്ല. കേറുന്നുണ്ട് പള്ളാത്തുരുത്തി, കേറുന്നുണ്ട് വരുൺ ശർമ്മ. അവസാനം ആ ചിറമുറി ഇറങ്ങുമ്പോൾ തുഴയുടെ പെരിക്കമെന്ന് കൂട്ടും. 96 തുഴകളങ്ങിടും. അല്ല കേറുന്നുണ്ട് വിയപുരമാണ് മുന്നിൽ. അല്ല ആരോമയാണ്. നടുഭാഗക്കാർ എത്ര കാലമായി കാത്തിരിക്കുന്നതോ ആ ജോഷി കാവാലത്തിന്റെ കരുത്തിൽ, ആ സനീഷ് പുന്നമടയുടെ കരുത്തിൽ, ആ വിജേഷ് കുമരകത്തിന്റെ കരുത്തിൽ അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ചെറിയ മുന്നേറ്റം, ചെറുതായി ഒന്ന് തലയെടുത്ത് വെക്കാൻ നടുഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, വിട്ടുകൊടുക്കില്ല വിയപുരം പിടിക്കും. ഇത് കൈനകരിയുടെ ചരിത്രം കൂടിയാണല്ലോ. ഇത് കൈനകരിയിൽ നിന്ന് വന്നവരാണല്ലോ. ഇത് UBC കൈനകരിയുടെ പിന്മുറക്കാരാണ്. ഇത് UBC ആണ്. ഇത് കുട്ടനാടിന്റെ ശക്തിയാണ്.
ശക്തിയാണ്. ആ മൂന്നക്ഷരം കുട്ടനാടിന്റെ ഹൃദയതാളമാണ്. അതിനെ ഒന്ന് തകർക്കാൻ പലതവണ നോക്കിയില്ലേ? ഇല്ല, 12 തവണ ആ വെള്ളിക്കപ്പം നേടിയവരുടെ പിന്തുണക്കാരാണ് വിയ്യപുരം കയറുന്നുണ്ട്. അല്ല, നടുഭാഗമാണ്. അയ്യോ, പറയാൻ പറ്റുന്നില്ലല്ലോ ആരുടെ കരുത്താണ് അത്. വരുൺ ശർമ്മയാണോ, ശാന്തി കുന്നപ്പടയാണോ, അരുൺ വെള്ളംകുളങ്ങരയാണോ, സനീഷ് മുന്നമടയാണോ? ഇല്ല, പറയാൻ പറ്റാത്ത തരത്തിലേക്ക് ഇതാ ചെറുമുറയിറങ്ങി വള്ളംകളിയുടെ എതിർത്തിരിക്കുന്ന അവസാന ലാപ്പിലേക്ക് പോവുകയാണ്. ഒരല്പം മുന്നിൽ ഇല്ല പറയാൻ പറ്റുന്നില്ല. ഇത് ആരാണ് മുന്നിലെന്ന് പറയാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരേപോലെ ഒരേ കരുത്തിൽ തുടയുകയാണ്. വക്കച്ചൻ തേവറുകാരന്റെ താളമാണോ, മനോജ് പത്തുതെങ്കിലിന്റെ താളമാണോ, ജോഷി കാവാലത്തിന്റെ ട്രംപറ്റ് താളമാണോ, അതോ ഏറ്റവും ഇളവറക്കാരൻ ജിതിൻ തായങ്കരിയാണോ? ഇത് ചരിത്രമാകും. ഇതൊരു തിരിച്ചുവരവിന്റെ ഇല്ല ഒന്നാം ട്രാക്കിലുള്ള മേൽപ്പാടം തന്നെ മുന്നിൽ. വള്ളാത്തുരുത്തി ബോട്ട് മേൽപ്പാടം മുന്നിൽ. അവർക്ക് നഷ്ടപ്പെട്ടത് അവർ തിരിച്ചു പിടിക്കുകയാണോ? അല്ല, വിയ്യപുരം കയറുന്നുണ്ട്. ആരാണ് ജയിച്ചത് എന്ന് മാത്രം പറയാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് ഒരല്പം മുന്നിൽ ആരോമയാണോ തലവെച്ചൊരു സംശയമാണ്. അത് ഒരിക്കൽ കൂടി അതിന്റെ ഒരു സ്ലോ മോഷൻ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടാൽ നമുക്കത് കൃത്യമാകും. സ്ലോ മോഷൻ ദൃശ്യമാകും. സ്ലോ മോഷൻ ദൃശ്യങ്ങളിൽ നമുക്കറിയാം ഏത് വള്ളമാണ് മുന്നിലെത്തിയതെന്ന്. മൂന്നാം ട്രാക്കിൽ കളിച്ച അരോമ വള്ളമാണ് മുന്നിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗികമായ ഒരു ഫലപ്രഖ്യാപനം ജഡ്ജസ് നൽകേണ്ടതുണ്ട്. ഇത് അത്രത്തോളം ഫോട്ടോ ഫിനിഷ് ആയിരുന്നു. ഒന്നുകൂടി ആ സ്ലോ മോഷൻ ദൃശ്യങ്ങൾ കണ്ടാൽ കരുത്തരെയൊക്കെ പിന്തള്ളി ആരോമ വന്നെങ്കിൽ അത് ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ തനിയാവർത്തനമാകും. അവരവരുടെ പച്ചത്തടിയിൽ കൊത്തി തിരിച്ചു വന്ന ഒരു ചരിത്രമാകും. ആരോമയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആരോമ ചുണ്ടൻ ഏറ്റവും കരുത്തനായ താളക്കാരനായി ജിതിൻ തായങ്കരി മാറുകയാണ്. ഏറ്റവും കരുത്തനായ തുറച്ചിൽക്കാരനായി അരുൺ വെള്ളംകുളങ്ങര മാറുകയാണ്. ഏറ്റവും കരുത്തനായ അമരക്കാരായി രാജീവ് കുമരകവും അഭിലാഷ് ഉമ്മത്തനും ജയ്ബു പരിപ്പും ഒപ്പം ഉണ്ണി ഷാജിയും സൂരജും മാറുകയാണ്. അവരവരുടെ കന്നി പോരാട്ടത്തിൽ പച്ചത്തടിയിൽ ഒരു പുതിയ ചരിത്രം. അത് ആരോമയുടെ ചരിത്രം.